സമ്മർദ്ദം ശക്തമാക്കി കേരളവും പുറകെയുണ്ട്. നമുക്കറിയാം അർജുനൊപ്പം കാണാതായ മറ്റു 2 പേർക്കായുള്ള തിരച്ചിൽ കൂടിയാണ് നടത്തേണ്ടത് എന്നാണ് ഷിരൂരിൽ അർജുൻ്റെ ബന്ധു ജിതിൻ ഉൾപ്പെടെ ആവർത്തിക്കുന്നത്. ഏതായാലും തിരച്ചിലിൽ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊരു സാങ്കേതിക സംവിധാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരോ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോഴും പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. ഈശോ മാൽപ്പെ അടക്കമുള്ളവർ വരുമ്പോഴും അതിലൊരു വലിയ പ്രതീക്ഷയായിരുന്നു. മാൽപ്പെ ഇറങ്ങുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ ഏറെ നെഞ്ചിരിപ്പോടു കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, മുബഷീർ ഉണ്ട്. മുബഷീർ, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് ലഭ്യമാകുന്നത്? മോർണിംഗ്, നമുക്കറിയാം അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ കഴിഞ്ഞ 13 ദിവസമായ ഒരു മേഖലയിൽ തുടരുന്നതിനിടയിലാണ് ഇന്നലെ പാതി വഴിയിൽ വെച്ച് തിരച്ചിൽ അവസാനിപ്പിക്കുന്നതായി കർണാടക വ്യക്തമാക്കുന്നത്. കർണാടകയുടെ ഫിഷറീസ് മന്ത്രി ആ ഒരു മേഖലയിലെത്തിയായിരുന്നു ഇക്കാര്യം അറിയിച്ചിരുന്നത്. തുടർന്ന് കേരളം പ്രതിഷേധം അറിയിക്കുന്നു, വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. കർണാടകയുടെ മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. തിരച്ചിൽ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കത്തെഴുതിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ MLA മാർ ഉൾപ്പെടുന്ന സംഘം നടത്തിയ ഒരു ചർച്ച, ഒരു അടിയന്തര യോഗം, ഒരുപക്ഷെ ആ ഒരു അടിയന്തര യോഗത്തിന് ശേഷം തീരുമാനം മാറ്റുമെന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കർണാടക സർക്കാർ തിരച്ചിൽ പൂർണ്ണമായും നിർത്തിയതായിട്ടുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. എങ്കിലും ശക്തമായ പ്രതിഷേധം നിലനിൽക്കെ തിരച്ചിൽ നിർത്തിയിട്ടില്ല. തിരച്ചിൽ വീണ്ടും തുടരുമെന്നുള്ളതാണ് കാർവാർ MLA ആയ സതീഷ് സെയിൽ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷെ സാങ്കേതികമായ ഒരു പ്രതികരണം മാത്രമായിരുന്നു അത്. അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, പുഴയിലെ തിരച്ചിലിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, പുഴയിലെ കുത്തൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ പുഴയിൽ ഇറങ്ങിയുള്ള ഒരു പരിശോധന സാധ്യമാകൂ. ഈശ്വർ മാൽപ്പയെ പോലെ ഇതിൽ പരിശീലനം ലഭിച്ച വ്യക്തിക്ക് പോലും പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നിങ്ങളത് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് തിരച്ചിൽ നടത്താൻ പാകത്തിലുള്ള സംവിധാനം കേരളത്തിലെ തൃശ്ശൂരിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. തൃശ്ശൂർ കാർഷിക ഗവൺമെന്റ് കോളേജിലെ മണ്ണുമാന്തി യന്ത്രമാണ് ആ ഒരു മേഖലയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തോട് ഇത് ആവശ്യപ്പെട്ടിട്ടത് എത്രയും വേഗം ആ ഒരു മേഖലയിൽ എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ പുഴയിലെ തിരച്ചിൽ പുനരാരംഭിക്കും. ഈശ്വർ മാൽപ്പയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഒരു വിളിപ്പുറത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തും. അതിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടവരുത്തില്ല എന്നുള്ളതാണ് MLA വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നും ഉദ്യോഗസ്ഥരും ബാക്കിയുള്ള തിരച്ചിൽ വിഭാഗം, നാവികസേന, കരസേന, മറ്റു സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട്. പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ആ മേഖലയിൽ തിരച്ചിലിന് സഹായവുമായി എത്തിച്ചേർന്നിരുന്നു. അവരുടെ യന്ത്രങ്ങൾ, മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ ആ ഒരു മേഖലയിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കരാർ കമ്പനിയുടെ അധികൃതർ മാത്രമാണ് ആ ഒരു മേഖലയിലുള്ളത്. റോഡ് പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടുമുണ്ട്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. തിരച്ചിൽ വീണ്ടും ആരംഭിക്കണം. അർജുന് വേണ്ടി മാത്രമല്ല, അവിടെ അകപ്പെട്ടു പോയ ബാക്കിയുള്ള 2 പേരെയും കണ്ടെത്തണം. 3 മനുഷ്യജീവനുകളാണ്. അവർക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായും ലോകമലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അവരുടെ തിരിച്ചുവരവിന് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അവരെവിടെയാണ് അകപ്പെട്ടിരിക്കുന്ന ഒരു വിവരം പോലും പൂർണ്ണമായും ലഭ്യമാകാത്ത പശ്ചാത്തലത്തിൽ പാതി വഴിയിൽ വെച്ച് തിരച്ചിൽ അവസാനിപ്പിക്കരുതെന്ന് കേരളം വീണ്ടും ആവശ്യപ്പെട്ട സാഹചര്യം ഉൾപ്പെടെയുണ്ട്. എന്നാൽ കാലാവസ്ഥ അനുകൂലമാകാത്തൊരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതിന് സമാനമായ തിരച്ചിലിന് സാധ്യമല്ല എന്ന നിലപാടിൽ തന്നെയാണ് കർണാടക മുന്നോട്ട് പോകുന്നത്. ഇനി കർണാടക നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് എത്തുമ്പോൾ, തൃശ്ശൂരിൽ നിന്നുള്ള കാർഷിക സർവകലാശാലയിലെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്ന് പരിശോധന നടത്താൻ, അല്ലെങ്കിൽ അത് അവിടെ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിന് ശ്രമം നടത്തുകയാണെങ്കിലും അത് അത്രത്തോളം എളുപ്പമല്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ടെക്നീഷ്യൻ ആദ്യം തൃശ്ശൂരിൽ നിന്നും ഇവിടെ എത്തി പരിശോധന നടത്തണം. പ്രാഥമിക പരിശോധന പൂർത്തിയായതിനു ശേഷം ആ ഒരു സംവിധാനം ഇവിടെ എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം അത് പൂർണ്ണമായും കൺഫേം ചെയ്താൽ മാത്രമേ അതിന് സാധ്യമാകൂ. അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ തുടർച്ചയായി 13 ദിവസത്തോളം നമ്മൾ കണ്ട ഊർജിതമായ രക്ഷാപ്രവർത്തനം പല വിഭാഗങ്ങൾ, കരസേനയും നാവികസേനയും, ഏറ്റവും ഒടുവിൽ ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന കടലിനോട് പൊരുതി പരിചയമുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ ഉൾപ്പെടെ കണ്ട സാഹസികമായ രക്ഷാപ്രവർത്തനം ഇന്ന് മുതൽ നമുക്ക് തുടർച്ചയായി കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അത് പാതി വഴിയിൽ വെച്ച് തന്നെ നിർത്തി. രക്ഷാദൗത്യം പൂർണ്ണമായും അവസാനിപ്പിച്ചൊരു പശ്ചാത്തലം തന്നെയാണ് ശിരൂർ കേന്ദ്രീകരിച്ചുള്ളത്. എങ്കിലും നമ്മുടെ റിപ്പോർട്ടർ സംഘം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇവിടെ തുടരുന്നുണ്ട്. പക്ഷേ വാർത്തകളിലൂടെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുമുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ കാലാവസ്ഥ അനുകൂലമായി കുത്തിയൊലിച്ചു വരുന്ന ഗംഗാവലി പുഴയുടെ ഒഴുക്ക് ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞാൽ ഇവർ ഒരുപക്ഷെ ഈ ഒരു സംഘത്തെ വെള്ളത്തിൽ ഇറക്കാൻ സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MLA യുടെ പ്രതികരണത്തിൽ നിന്നുൾപ്പെടെ അത് വ്യക്തമാണ് എന്നുള്ളതാണ്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു തീരുമാനം
ഉറച്ച തീരുമാനം തന്നെയാണ്. കാലാവസ്ഥ അനുകൂലമാകട്ടെ, അനുകൂലമാകാതെ ആർക്കും അവിടെ ഇറങ്ങാൻ സാധിക്കില്ല. ആ മേഖലയിൽ നിന്നും NDRF, SDRF ഉൾപ്പെടെയുള്ള സംഘങ്ങൾ പിന്മാറിയിട്ടുണ്ട്. അതേസമയം കേരളത്തിന്റെ സമ്മർദ്ദം ഇന്നലെ മന്ത്രി PM മുഹമ്മദ് റിയാസൊക്കെ തന്നെ പറഞ്ഞ് നമുക്ക് മുൻപിലുണ്ട്. കേരളത്തോടൊന്നും തന്നെ ചർച്ച ചെയ്യാതെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇത്തരം ഒരു തീരുമാനം എടുത്തത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അടിയന്തര യോഗം ചേരുന്നതിന് വേണ്ടി എന്തിനാണ് അവിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ പിൻവലിച്ചതെന്ന് ചോദ്യമൊക്കെ തന്നെ മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചിരുന്നു. പക്ഷേ യോഗത്തിൽ ഉൾപ്പെടെ ഈ ഒരു പ്രതിഷേധം അറിയിച്ചെങ്കിലും കേരളം അവരുടെ തീരുമാനത്തിൽ കർണാടക അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിലൊരു മാറ്റം ഇനി ഒരു എന്തായാലും ആ തീരുമാനത്തിൽ കർണാടകം ഉറച്ചു നിൽക്കുമ്പോൾ ആ തെരച്ചിൽ തുടരണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരളവും. കർണാടകയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു നീക്കവും കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കുടുംബം ആവശ്യപ്പെട്ടതുപോലെ കേരളത്തിന്റെ മൊത്തം ആവശ്യമാണ് അർജുനായിട്ടുള്ള തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ളത്. എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് വീണ്ടും നമുക്ക് അതിലേക്ക് തന്നെ എത്താം.